യൂണിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. ഭാരതപ്പുഴയിൽ ഓക്ക് ജലത്തിലെ മത്സ്യകൃഷിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി മാർക്കറ്റിൽ കിലോക്ക് 400 രൂപയോളം വില വരുന്ന നരിമീൻ കുഞ്ഞുങ്ങളെയാണ് പുഴയിൽ വളർത്തിയെടുക്കുക. മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ വളർത്തുന്നത്. HDP നെറ്റ് ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കിയത്. 8 മാസം വളർച്ചയെത്തിയ കുഞ്ഞുങ്ങളെയാണ് വിൽപ്പനയ്ക്കായി വിപണിയിലെത്തിക്കുക. പൊന്നാനിക്ക് പുറമെ മാറഞ്ചേരി പഞ്ചായത്തിലെ പുറങ്ങിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 3,70,000 രൂപയാണ് പദ്ധതിയുടെ ചിലവ്. പൊന്നാനിയിൽ നടന്ന ഓര് കൃഷിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഫിഷറീസ് കോർഡിനേറ്റർ ഡോക്ടർ അബ്ദുറഹിമാൻ, കൌൺസിലർമാരായ അബ്ദുൽ ഖാദർ, OO ഷംസു, നസിമോൻ, സൈഫുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കടലും പുഴയും കായലും ചേർന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ തന്നെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ മത്സ്യത്തൊഴിലാളികളുമായി അല്ലെങ്കിൽ മത്സ്യത്തൊഴിലുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇവരൊക്കെ തന്നെ ഇപ്പോൾ സമീപകാലത്തായിട്ട് വലിയ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറയുന്നു. നമ്മുടെ പുഴകളിലും കായലുകളിലും കണ്ടിരുന്ന പഴയകാലത്തെ ഔഷധ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വംശനാശം വന്നുകൊണ്ടിരുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഈ അവസരത്തിൽ പുതിയ രീതിയിലേക്ക് അതിനൂതനമായ പുതിയ ശാസ്ത്രീയമായ പുതിയ മാർഗം കണ്ടെത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമായി വന്നിരിക്കുന്ന ഘട്ടത്തിലാണ്. ഏറ്റവും പുതിയ രീതിയിലുള്ള കൂടുകൃഷി സംവിധാനം നമ്മുടെ പൊന്നാനിയിൽ ഇന്ന് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ സംഭാവന നൽകുന്ന നമ്മുടെ നാട്ടുമത്സ്യങ്ങൾ, ഔഷധ മത്സ്യങ്ങളിൽ നല്ല ഭാഗവും സിംഹഭാഗവും ഇന്ന് നഷ്ടപ്പെട്ടു വരികയാണ്. അതെല്ലാം നമുക്ക് പുനഃസൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അതെല്ലാം പുനഃസൃഷ്ടിച്ചുകൊണ്ട് ഒരു മത്സ്യസ്വാശ്രയത്വം, ഭക്ഷ്യസ്വാശ്രയം പോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനം മത്സ്യവിഭവങ്ങളാണെന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധ്വാനത്തിന്റെ ഭാരം നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന പ്രയാസം ആരോഗ്യകരമായിട്ട് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം കൂടി ഇല്ലാതാകാൻ ഈ ഒരു കൃഷി കൊണ്ട് സാധ്യമാകുന്നതാണ്. കാരണം ഖനിത്തൊഴിലാളികളെ പോലെ പണിയെടുക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ.